RB സനൂപ് കൂടെ ചേരുന്നുണ്ട്. സനൂപ്, യാത്ര ഇങ്ങനെ തുടരുകയാണ്. വഴിയിലുടനീളം കാത്തു നിൽക്കുന്ന അപാലവൃദ്ധം ജനങ്ങൾ VS-ന് ആദരം അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പതിവിൽ നിശ്ചയിച്ച സമയമൊക്കെ തെറ്റിക്കൊണ്ട് ഈ യാത്ര തുടരുമ്പോൾ ഇനി എത്ര മണിയോടുകൂടെ വീട്ടിലെത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സനൂപ്, കേൾക്കാമോ? സനൂപ്, യാത്ര എവിടെ എത്തി നിൽക്കുന്നു? യാത്ര ഇപ്പോ ഓച്ചിറ എത്തുകയാണ്. ഓച്ചിറയ്ക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു. ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരിച്ച് നേരെ ഓച്ചിറയിലേക്കാണ് എത്തുന്നത്. ഓച്ചിറയാണ് കൊല്ലം ജില്ലയിലെ അവസാന പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ആലപ്പുഴയിലേക്ക് കടക്കാനാവും. ഇപ്പൊ തന്നെ കൊല്ലം ജില്ലയിലേക്ക് കയറിയിട്ട് 7 മണിക്കൂറിനോട് അടുക്കുകയാണ്. കൊല്ലം ജില്ലയിൽ 7 മണിക്കൂർ പിന്നിടുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 10 മണിക്കൂറിലധികം എടുത്തുകൊണ്ടാണ് യാത്ര കൊല്ലത്തേക്ക് കടന്നത്. കൊല്ലത്തും സമാനമായി തന്നെ ആളുകൾ ഇങ്ങനെ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യാത്ര എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പോവുക? വളരെ പതിയെയാണ് വിലാപയാത്ര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലുടനീളം കാത്തു നിൽക്കുന്ന ആളുകളെ അവർക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. അത്തരം ആ രീതിയിൽ തന്നെയാണ് യാത്ര ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്താൻ നിശ്ചയിച്ചിടത്തിലധികം സമയം രാത്രിയോടെ എത്തിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതൊന്നും ഇനി നടക്കുന്നില്ല. ഇനിയിപ്പോൾ എത്ര സമയത്തോടു കൂടി എത്തും എന്നുള്ളതാണ് ചോദ്യം. കാരണം ധാരാളം ആളുകൾ അവിടെ കാത്തിരിപ്പുണ്ട്. പല നാടുകളിൽ നിന്ന് വന്ന ആളുകൾ, പ്രിയ സഖാവിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയ ആളുകൾ, അവരൊക്കെ എപ്പോഴെത്തുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇനിയും ഒരുപാടിടങ്ങളിൽ ഇത്തരം ആളുകൾ കാത്തിരിക്കുന്നുണ്ടാകും. അവിടെയൊക്കെ പതിയെ പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളെ ഇന്ന് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവധി നൽകിയിരിക്കുക കൂടിയാണ്. കാരണം ഇന്നിപ്പോൾ വിലാപയാത്ര ജില്ലയിലേക്ക് കടക്കും. രാത്രിയോടുകൂടെ തന്നെ ആ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ അവിടെ പൂർത്തിയായി വരികയാണ്. വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കാൻ ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ ഇനി വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തിച്ചേരണം. അവിടെയുള്ള ആളുകളിലേക്ക് എത്തിച്ചേരണം. വേലിക്കകത്ത വീട്ടിലേക്ക് എത്തിച്ചേരണം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ട നാടാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ സന്തോഷം, അദ്ദേഹത്തിൻ്റെ സങ്കടം, അങ്ങനെ വിവിധ വികാരങ്ങളൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചോരയിട്ട് വീണ മണ്ണാണ്. വല്ലാത്തൊരു അടുപ്പം ആലപ്പുഴയുമായി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴക്കാർക്ക് ആ അടുപ്പം അദ്ദേഹത്തോടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിങ്ങലായി അവരുടെ മനസ്സിലുണ്ട്. അതൊക്കെ അഭിവാദ്യങ്ങളിലൂടെ, വിപ്ലവാഭിവാദ്യത്തിലൂടെ ഇന്ന് പുറത്തു വരികയാണ്. കൊല്ലം ചരിത്രമുറങ്ങുന്ന മണ്ണാണ്, വിപ്ലവങ്ങളുടെ മണ്ണാണ്. കൊല്ലത്ത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്രയയപ്പാണ് നൽകിയത്. രാവെന്നോ പകലെന്നോ ഒന്നും നോക്കാതെ, കനത്ത മഴയെ പോലും വിലവെക്കാതെ ആളുകളിങ്ങനെ തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നു. മഴ നനയാതെ കാത്തു സൂക്ഷിച്ച ഒരുപിടി റോസാപുഷ്പങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അദ്ദേഹത്തിന് അവസാനമായി നൽകാനുള്ള റോസാപുഷ്പങ്ങൾ, അത് അവരുടെ ഹൃദയമാണ്, അവരുടെ സ്നേഹമാണ്. അതവർ നൽകിക്കഴിഞ്ഞു. അങ്ങനെ യാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കി തുടരുകയാണ്.
എന്റെ ബാഗ് എടുത്തോ അത് ആ പവർ കേബിൾ എടുത്തോ മറ്റേ ബാറ്ററി എൻ്റെ കൂടെ വെച്ചോ ഞാൻ ഇറങ്ങിയിട്ടെടുത്തോളൂ അവിടെ ഓ നീ വിട്ടോ നീ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ മാറിക്കോട്ടെ വെള്ളം കയറണം AC
അനീഷ ഇനി വെട്ടി മഴ പെയ്ത തുലാമാസ രാത്രിയിൽ വിപ്ലവം പൂത്തതാം കുന്നപ്രഗ്രാമത്തിൽ അലഞ്ഞും ചെത്തി നിരക്കി ആവി പറക്കുന്ന ചോരയിൽ ഐതിഹാസികമായ സമരപോരാട്ടത്തിന് സമുദ്രമായ നേതൃത്വം നൽകിയ കുന്നപ്പള്ളിയുടെ ആ ബുദ്ധിമുട്ടുന്ന വിപ്ലവനായ നൂറ്റാണ്ടിന്റെ വിപ്ലവങ്ങളുടെ പറഞ്ഞു പോരാട്ടത്തിന്റെ സംഘാതികളിൽ ഒരു മാർഗയാകുന്ന ഈ പ്രസാദം ും